റെസ്പിറേറ്ററി സംവിധാനം എന്ന് പറഞ്ഞാൽ മലം, മൂത്രം, വിയർപ്പ്, അതുകൂടാതെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെ പീരീഡ്സ്, അത് കൂടാതെയുള്ള ഒരു റെസ്പിറേറ്ററി സംവിധാനമാണ് നിശ്വാസവായു എന്ന് പറയുന്നത്. ഉള്ളിലോട്ട് കയറുന്ന എല്ലാ വായുവും അതിൻ്റെ ഒരു ടൈഡിൽ വോളിയം ഉണ്ട്, ഓക്സിജൻ ഇത്ര കയറണം, അതായത് 35% അത്രയൊക്കെ. പല ആളുണ്ട്, ക്ലൈമറ്റൊക്കെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അന്തരീക്ഷത്തിൽ എപ്പോഴും നൈട്രജൻ കാണുകയും ഏറ്റവും കൂടുതൽ നൈട്രജൻ ആയിരിക്കും കാണുന്നത്. അപ്പം നമ്മൾ എന്തോ ശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായുവാണ് ശ്വസിക്കുന്നത്. അപ്പോൾ ഉള്ളിലോട്ട് കയറുന്ന ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. മൂക്കിലൂടെ വായു കയറി ആ കയറുന്ന വായുവിനെ ആ സൈനസിൻ്റെ ഒക്കെ അറകളെ അല്ലെങ്കിൽ അവിടെയുള്ള ക്യാവിറ്റീസ്, നിലവിലിപ്പോൾ അന്തരീക്ഷത്തിൽ തണുപ്പാണെങ്കിൽ ഇത് ഉള്ളിലോട്ട് കയറുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കും. അന്തരീക്ഷത്തിൽ ചൂടാണെങ്കിൽ ആ കയറുന്ന വായുവിനെ ചെറുതായിട്ടൊന്ന് തണുപ്പിക്കും. അതായത് ബോഡിയുടെ ടെമ്പറേച്ചറിന് അനുസൃതമായിട്ട് ഈ പ്രക്രിയ ചെയ്യും. അങ്ങനെ ഈ എയർ അവിടുന്ന് ഉള്ളിലോട്ട് ചെന്നു ഒറ്റ കുഴൽ വഴി പോയി അവിടുത്തെ നിന്ന് രണ്ടായിട്ട് തിരിഞ്ഞു ബ്രോങ്കസ് വഴി. അപ്പോൾ രണ്ട് ബ്രോങ്കിയിലോട്ടും പോയി അവിടെ നേരെ അൽവിയോളിസിൽ ചെന്നു. ഇവിടുന്ന് നേരെ കിട്ടിയ സാധനം അങ്ങോട്ട് കൊടുത്തു. അവിടുന്ന് കുറേ സാധനം തിരിച്ച് ഇങ്ങോട്ട് തരും. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയും. അപ്പോൾ ഓക്സിജൻ എടുത്തിട്ട് ബാക്കിയുള്ളതിന് മുഴുവൻ ശരീരം പുറന്തള്ളും. അപ്പോൾ ഈ പുറന്തള്ളൽ നല്ലതായിട്ട് നടക്കണമെങ്കിൽ ചിലപ്പം പുറന്തള്ളൽ നല്ലതായിട്ട് നടക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം ഫാൻ യൂസ് ചെയ്യുന്ന ഈ സിസ്റ്റങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ നന്നായിട്ട് ഫാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്, എ സി റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിൽ എ സി, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കാറിൽ എ സി, കാറിൽ നിന്ന് ഓഫീസിൽ ചെന്ന് അവിടെ എ സി, വേർക്കുന്നില്ല. വേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോകുന്ന ഒരു സംവിധാനമാണ്. അതേപോലെ തന്നെ നിശ്വാസവായു പല പല കാരണങ്ങൾ കൊണ്ട് ഈ ശ്വാസത്തിൻ്റെ ആ ഒരു റിതം പലപ്പോഴും ചേഞ്ചാണ്. നിശ്വാസവും ശ്വാസവും കൃത്യമായിട്ട് നടക്കാതെ വരും. ചിലർക്ക് ഒരു വൺ സൈഡ് ചിലപ്പോൾ ദിവസങ്ങളോളം അടഞ്ഞിരിക്കുകയായിരുന്നു. രാവിലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അടഞ്ഞിരിക്കുന്ന മൂക്കൊക്കെ ഒന്ന് തുറക്കും. ചിലപ്പോൾ നല്ലതായിട്ട് വേർക്കും. മാലിന്യങ്ങൾ പുറത്തു പോകാനുള്ള വഴി എന്താണ്? ശരീരം ചെയ്യും. ഇനി പനി വരുന്ന ചൂടാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള പനി വരുന്നുണ്ട്, ഡേഞ്ചറായിട്ടുള്ള പനിയൊക്കെ വരുന്നുണ്ട്. കാരണം ചുറ്റുപാട് അത്ര കണ്ട് പൊല്യൂഷൻ വരുന്നതോറും നമുക്ക് അത്രയും അങ്ങനെയുള്ള ഇമ്മ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. അത് ചൂടാക്കുന്നത് എന്താ? പുറത്തു നിന്നുള്ളൊരു സാധനം ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ, ഇതിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി ശരീരം കാണിക്കുന്ന പരിപാടിയാണ് ചൂടാക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പനിച്ചു എന്ന് പറയും. ഇപ്പം കോവിഡ് വൈറസ് വന്നു കഴിഞ്ഞപ്പം അത് ലെങ്സിൽ വന്നു, അതവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കയറി അവിടെയുള്ള ലെങ്സിനെ മുഴുവനും ഒരു ഫൈബർ മോഡിലോട്ടാക്കി അവിടെ കട്ടി കൂട്ടി ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ പുറത്ത് ചാടിക്കാൻ എന്ത് ചെയ്യും? ശരീരം നമ്മുടെ ബോഡിയെ ചൂടാക്കും. അപ്പോൾ ബോഡിയെ ചൂടാക്കുന്നുടനെ തന്നെ എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് പോകാനുള്ളത്. വൈകുന്നേരം 2 പാരസെറ്റമോൾ വീണിട്ട് ജസ്റ്റ് കിടന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് പനിയുടെ ചൂടും പോകും. പക്ഷേ അവിടെ ഒരു മെക്കാനിസം പ്രവർത്തിപ്പിക്കുമായിരുന്നു ശരീരം ഇതിനെ പുറത്ത്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രാണി കടിച്ച് കുറച്ച് കഴിഞ്ഞുള്ള തൊട്ട് നോക്കിയാൽ നല്ല ചൂട് കാണും. ശരീരം അവിടെ ഇങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് വന്ന സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം ഇത്